അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി നമുക്കിന്ന് പഠിക്കാനുള്ളത് രണ്ടാൾക്കാർ കൂടിയിട്ടുള്ള മുതലുകൾ ഉണ്ടാവുമല്ലോ ഇസ്തിറാക്കിന്റെ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പറയുന്നത് സക്കാത്തുൽ മാസിയത്താണ്. അപ്പോൾ ഈ മാസിയത്തിൽ രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ ഷെയർ ഉള്ളത് ഉണ്ടാവും. ഉദാഹരണത്തിന് അവർക്ക് അനന്തരം കിട്ടിയിട്ടോ അല്ലെ രണ്ടും കൂടെ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ പല നിലക്കും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള മാസിയത്തിൽ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അതാണ് വലവിസ്തറക്ക അഹ്ലു സക്കാത്തി ഫി മാസിയത്തി നിസാബിൻ, നിസാബുള്ള മാസിയത്തിൽ. അപ്പൊ 40 ആടുണ്ട്. അപ്പൊ 40 ആടിലുള്ളത് 40 ആടും ഷെയറായിട്ട് ഉള്ള ഒരു രീതിയിലാണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇറുസ കൊണ്ടൊക്കെ കിട്ടിയതാവും. അങ്ങനെയാണെങ്കിൽ സക്കയാക്കറജുലിയും വായത് രണ്ടാൾക്കാരും കൂടെ ഒരാളായ പോലെ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അപ്പോൾ ഇതിൽ ഒരാൾക്ക് 20 ആടും മറ്റാൾക്ക് 18 ആടും ഉള്ളൂ. അപ്പോൾ അത് നിസാബായോ? ഇല്ല. 38 ആട് എന്നുള്ളത് നിസാബല്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാളും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഈ 20 ആട് ഇതിൽ അവൻ്റെ ഉണ്ട്, പിന്നെ അതിൽ മറ്റേ ആൾക്ക് 22 അല്ലെങ്കിൽ 30 ആട് വേറെയുണ്ട്, ഒറ്റക്കുള്ള സ്വത്തിൽ വേറെയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൻ എന്ത് ചെയ്യണോ? ഓൻ സ്വന്തം സക്കാത്ത് കൊടുക്കേണ്ടി വരും. മനസ്സിലായിണ്ടാവും അല്ലേ? ഇനി അതാണ് സക്കയാ കറുജലിൻ വാഹിദിൻ, ഇവർ രണ്ടുപേരും ഒരാളായ പോലെ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. ബക്കദാ ലോ ഖലത മുജാവറത്തൻ ലാക്കിൻ ബി ഷർത്തി, അതുപോലെ തന്നെ എന്ത് മുജാവറത്തൻ നിലക്ക് എന്ത് ചെയ്യുന്നു? അത് രണ്ടും ഭയങ്കര ഇഖ്തിലാത്തിലാണ്. അതായത് രണ്ടും ഒരേപോലെ അടുപ്പിച്ചടുപ്പിച്ചാണ് താമസിക്കുന്നത്, വെള്ളം കുടിക്കുന്നതൊക്കെ ഒരേ സ്വത്തായ പോലെയാണ്. ലാക്കിൻ ബി ഷർത്തി അല്ല തതമയ്യസ മാഷിയത്തുൻ അഹദീമാൻ മാഷിയത്തിൽ ഉഖറ. അപ്പോൾ അവിടെ ഇവന്റെ മാഷിയത്ത് ഇതാണ്, ഇവന്റെ മറ്റവന്റെ മാഷിയത്ത് അങ്ങനെ മറ്റേതാണ്, അങ്ങനെ ഒരു തമ്മീസ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാൾക്കാരും കൂടി സക്കാത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ 200 ആടുണ്ട്, ഒരാളത് 100 ആടും മറ്റേയാളത് 100 ആടും. അപ്പോൾ 200 ആടിന്റെ സക്കാത്ത് രണ്ടാളും കൂടി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മളിവിടെ കണക്കേ നോക്കണുള്ളൂ. നമ്മൾ പറഞ്ഞാൽ ഈ രണ്ട് മുതലാളിമാരും ആടിന്റെ മുതലാളിമാർ ഒരു കണക്കേ നോക്കുള്ളൂ. ഇതിന്റെ ആടാണ്, മറ്റേത് ഓന്റെ ആടാണ്, അങ്ങനെയുള്ള കണക്ക് അവിടെ ഇല്ല. അതാണ് മുജാവറത്തിന്റെ ഹുൽത്തത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മസറയിലോ മൗലി ഷെർബിലോ അഭ്യന്തസ്കമ്യമായ വായുമിന്നോ വായനി ബീരിനോ ഹൗദൻ മിയായ മുത്താദിത. അപ്പോൾ ഒരു ടീം പുഴന്ന കുടിക്കൽ, മറ്റേ ആൾക്കാർ കൊളുത്തുന്ന കുടിക്കൽ, അങ്ങനെയുള്ള ഒരു തമ്മീസ് അവിടെ ഇല്ല. അതുപോലെ തന്നെ മസ്രഹ് എന്ന് പറഞ്ഞാൽ അവർ മേയുന്ന സ്ഥലം. ഷാമിലിൽ മറ അയൽ മൗലിയുലതി തുസ്റോ ഇലയിൽ തുജിതമാ തുസാഖിലൽ മറ. അപ്പോൾ മറയിലേക്ക് അതാണ് മസ്രഹ്. അതായത് ആ മേച്ചിൽ സ്ഥലവും അതേമാതിരി തന്നെ മേച്ചിൽ സ്ഥലത്ത് ഉണ്ടാവാനുള്ള സ്ഥലവും അതൊക്കെ അവൽ മൗലിയുലതി തുറഫി മേയുന്ന സ്ഥലവും ലെന്ന മസ്രഹത്തുൻ ഇലൈമ കമാ കാല റാഫി. അപ്പോൾ മാഷിയത്തൊക്കെ അതിലേക്ക് എന്ത് ചെയ്യുന്നു? മസ്രഹത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയാം, മുസ്രിഹത്തെന്ന് വായിച്ചാൽ മതി. അത് ലെന്ന മാഷിയത്ത് മുസ്രിഹത്ത് മേഞ്ഞ് നടക്കുന്നതാണ് ഇലൈഹിമ. ഇലൈമ എന്നാൽ മറയിലേക്കും അതുപോലെ തന്നെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങൾക്കൊക്കെ. അപ്പോൾ ഒലോകാലൽ മുസന്നിഫു വൽ മസ്രഹി വൽ മർഅ കമാഫി അസ്ലി റോല വരിയ ലക്കാനാവുള്ളാഹു. അവിടെ മസ്രഹ് മർഅ രണ്ടും വേറെ വേറെ തന്നെ പറഞ്ഞു കാണിച്ചെങ്കിൽ ഒന്നും കൂടി വ്യക്തമായിരുന്നു. ഏതായാലും രണ്ടും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, മർഅയെ ഉൾക്കൊള്ളുന്നുണ്ട്, മസ്രഹു ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് മസ്രഹ് എന്ന് പറഞ്ഞാൽ മർഅയ്ക്ക് പോകാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, ആടിനെ മേയ്ക്കുന്നവർക്ക് അറിയാം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. പിന്നെ മുറാഹ് എന്ന് പറഞ്ഞാൽ രാത്രി താമസിക്കുന്ന സ്ഥലങ്ങളിൽ. മൗദിയിൽ ഹലബി പാല് കറക്കുന്ന സ്ഥലം. ലാമിന് ഫത്ത് ഹലബ് മസ്ദർ, അതായത് പാല് കറക്കുക എന്നുള്ള മസ്ദർ കേട്ടോ. നോക്കിയ സുക്കുന ഹൽബ് എന്നുള്ളതും വായിക്കാറുണ്ട്. വഹുവ അൽ മഹലബു. അപ്പോൾ ഹൽബ് എന്നാകുമ്പോൾ എന്താ, മഹലബ് എന്ന പാല് കറക്കുന്ന സ്ഥലമാകും, അത് പാല് കറക്കലില്. ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും അതിലൊന്നും എന്തില്ല, തമ്മീസ് ഇല്ല. ഇത് ഓൻ്റെ ആടാണ്, ഇത് എൻ്റെ ആടാണെന്നല്ല. ഇവക്കത് റായി, അതുപോലെ തന്നെ അതിനെ മേക്കണ ആള്, അതിലും എന്തില്ല, വേറെ വ്യത്യാസമില്ല. വൽ ഫഹല് പറഞ്ഞാൽ കൂറ്റനാട്. അതായത് എല്ലാ ഒരു സമൂഹത്തിനും ഒരു ആൺതരി അല്ലെങ്കിൽ ഒരു ആൺകുഞ്ഞ് അല്ലെങ്കിൽ ആവശ്യമാണല്ലോ, അല്ലേ? ഇതിൻ്റെ തലമുറകൾ ഇതായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഫഹല് രണ്ട് ടീമിനും ഒന്നോ അല്ലെങ്കിൽ രണ്ട് ടീമിനും 10-15 ഒക്കെ ഉണ്ട്. അത് ഇവിടുത്തെ കൂറ്റനാണ്, അത് മറ്റോടത്തെ കൂറ്റനാണ്, മറ്റവൻ്റെ കൂറ്റൻ, അങ്ങനെ ഒരു പ്രത്യേകത ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് മുജാവറത്തിൻ്റെ ആ ഒരു രീതി വരിക. സക്കാത്ത് കൊടുക്കാണ്ട് രണ്ടാൾക്കും കൂടി ഒന്ന് കൊടുത്താൽ മതി എന്നല്ല. ബി കത്തൽ ജുമ്മൂറു ഫിൽ ഫഹലി.
അത് തന്നെയാണ് ഫഹലിലും എന്തില്ല അവിടെ വക്കത റായി വൽ ഫഹലി ഫിൽ അസഹി വക്കത അവിടെ ബാക്കിയുള്ളിടത്തൊന്നും ഖിലാഫില്ല, എവിടെ ഖിലാഫുണ്ട്, അതുകൊണ്ട് വക്കത പറഞ്ഞത്. എന്നാൽ ഫഹലില് ഉറപ്പാണ് എന്ത് ചെയ്യുക അങ്ങനെ പ്രത്യേക മാറ്റില്ല എന്നുള്ളത് എന്താണ് ജുംഹൂർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. കസീർ മിനൽ അസ്ഹാബി ഫിർ റായ്, റായിന്റെ വിഷയത്തിൽ കസീർ മിനൽ അസ്ഹാബാണ് കത്ത് ചെയ്ത് പറഞ്ഞത്. വലാ ബാസബിദാദുദീ ലഹുമ, പിന്നെ ഈ റായി ഇപ്പോൾ ഒരാളെ റായി വേറെ ആളും മറ്റാളെ റായി വേറെ ആൾ വെച്ചിട്ട് പ്രശ്നമില്ല. സ്വഭാവം കാരണത്തിൽ ഫഹൂൽ മുസ്തറക്കത്തൻ ബൈനഹുമ മംലൂക്കത്തൽ അദീമ മുസാറത്തൻ. അതുപോലെ തന്നെ ഫഹില് കൂറ്റനാടുകള് അല്ല കൂറ്റനാടല്ല എന്തായാലും ഒട്ടകങ്ങളാണെങ്കിലും ബാക്കി പിന്നെ പശുക്കളിലെ ഉള്ള എന്താ കാളകളാണെങ്കിലും ഒക്കെ ഹൈ മംലൂക്കത്തല്ലേ ആദ്യമ അത് ഒരാളുടെ രണ്ടാൾക്കാരും മുസ്തിറാക്കുള്ളതാണെങ്കിലും ബാക്കിയുള്ള ആൾക്കുള്ളതാണെങ്കിലും ഏതെങ്കിലും ഒരാൾക്കുള്ളതാണെങ്കിലും മുസ്താറത്തഞ്ഞ് വായ്പക്ക് എടുത്ത ഫയലുകളാണെങ്കിലും ഒക്കെ എന്താണ് പ്രശ്നം ഒക്കെ കണക്കാണ്. അപ്പോൾ അതിലൊന്നും തമ്മീസ് ഉണ്ടാകാൻ പാടില്ല, ഇത് ഓൻ്റെതാണ് മറ്റവൻ്റെ ആണെന്നല്ല. വാഹിറുൻ അന്നൽ ഇസ്തിറാക്ക ഫിൽ ഫഹലി ഫീമാ യുംകിനു. അപ്പോൾ ഇന്ന് മനസ്സിലാകും എന്ത് ഫഹലിലുള്ള ഇസ്തിറാക്ക് എന്നുള്ളത് മായുംകിനു കൈനോടത്തോളാണ്. വേന്തക്കോന് മാസിയത്തുമാ നൗഅൻ വാഹിദൻ ബിലാഫിൽ ലോഹിനി വൽ മാസി കമ കാലോഫിസർ. അപ്പോൾ കൈനോടത്തോളാണ്. ചിലയിടത്ത് എന്താ ഇവൻ്റെ ആട് ചിലപ്പോൾ ലോഹിനാവും, മറ്റവൻ്റെ ആട് മയസാവും. നെയ്യാടും കോലാടങ്ങളുടെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അതാണ്. അപ്പൊ അഭ്യൻ തക്കൂന മാസിയത്തുമാ നൗ അം വാഹിദൻ, രണ്ടാളുടെയും മാസിയത്ത് ഒരേ നൗ ആകണം. ഖിലാഫിൽ ലോഹിനി വൽ മാസി, ഒരാളത് ലോനാണ് മറ്റാളത് മാസാണ്. അപ്പോൾ അങ്ങനെ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. കമാ കലോഫി ഷറൽ മദബ് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാ നീയത്തുൽ ഹുൽതത്തി, അത് രണ്ടാളുടെയും ഇത് പരസ്പരം ഇടകലർത്താനെന്നുള്ള നീയത്ത് അവിടെ ആവശ്യമില്ല. ഇസ്തിറത്തിൽ ഇസ്തിറാഖു ഫിൽ ഹാലിബി, അതുപോലെ പാല് കറക്കണ ആള് അത് ഒരു ഇസ്തിറാക്ക് അത് നിർബന്ധമില്ല. വൽ മെഹിലബ് എന്ന് പറഞ്ഞാൽ ആ പാത്രം പാല് കറക്കണ പാത്രം അത് രണ്ടാൾക്കാർക്കും ഒരേപോലെ ആകണം. ഒരേപോലെ തന്നെ ഇത്തയിൽ തമ്മീസ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതൊന്നുമില്ല. അല്ലാതെ യഹ്ലിബു ഫിൽ അസഹി ഫീമ. അപ്പോൾ മജ്മൂ ഷുറൂത്തി, അപ്പോൾ ഇതിൽ രണ്ടിലും അസഹ കിട്ടും. അതായത് അഹുൽത്തത്തിൽ വേണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, മെഹിലബിലും തമ്മീസ് ഉണ്ടാകാൻ പാടില്ല പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ മജ്മൂ ഷുറൂത്തി ബിത്തിഫാക്കി മഖ്തിലാഫി നസറത്തുൻ. ടോട്ടൽ ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞതിൽ എത്ര ടോട്ടൽ 10 വരുന്നുണ്ട്. ചിലപ്പോൾ എണ്ണിയൊക്കെ 8 കിട്ടുള്ളൂ, പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒപ്പിക്കേണ്ടി വരും. അപ്പോൾ എതിലും അവിടെ മസ്രഹ് എന്നുള്ളിടത്ത് മറായി, അതേമാതിരി തന്നെ പാല് കറക്കുന്ന സ്ഥലം, പാല് കറക്കുന്ന പാത്രം, അങ്ങനെയൊക്കെ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, 10 ആക്കേണ്ടി വരും. അപ്പോൾ യദുല്ലു അന്നൽ ഹുൽത്തത്ത മുഅസ്സിറത്തുൻ. അപ്പോൾ ഹുൽത്തത്ത് എന്നുള്ളത് തസീർ ചെയ്യുന്നതിൻ്റെ മേൽ തസീർ ചെയ്യുന്നതാണ് എന്നുള്ളതിന് മേൽ അറിയിക്കുന്നത് മാറവൽ ബുഖാരി അനസ് ഫി കിതാബി അബീ ബക്കർ റളിയല്ലാഹു അൻഹു അസാബിക്ക് ദിക്റുഹു. നമ്മൾ സകാത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ മുമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കത്തിൻ്റെ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇതിലുള്ള ഇത് ബുഖാരി ഇമാം റിവായത്ത് ചെയ്തു. വലാ യുജ്മഉ ബൈന മുതഫർരിഖീൻ വലാ യുഫറഖു ബൈന മുജ്തമീൻ ഖശിയത സ്വദഖ. മുതഫർരിഖായി കിടക്കുന്ന അതിനെ ഒരുമിച്ച് കൂട്ടാൻ പാടില്ല. തന്നെ ഒരുമിച്ച് കൂട്ടി കിടക്കുന്നതിനെ മുതഫർരിഖാക്കാനും പാടില്ല. ഖശിയത സ്വദഖ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങളെ ഇവിടെ ഇപ്പോൾ ഒരാളുടെ 20 മറ്റേ 20 ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ആടൊക്കെ, അല്ലെങ്കിൽ ഒരാളുടെ 25 മറ്റേ 25 ഉണ്ടാവുള്ളൂ. എന്നാലും ഒരു സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ തമ്മീസൊന്നും ഇല്ല, അങ്ങനത്തെ ഷർത്തുകളൊക്കെ ഒത്ത ഒരു മുജാവറത്തിൻ്റെ ഹുൽദത്താണെന്നുണ്ടെങ്കിലും അവരെന്ത് ചെയ്യേണ്ടി വരും, ആ സക്കാത്ത് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അവർ രണ്ടാൾക്കാരും അത് ശരിക്കും ഒരുമിച്ച് കൂടിയാണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ആടുകളാണ്, അല്ലെങ്കിൽ പശുക്കളാണ്, അല്ലെങ്കിൽ ഒട്ടകങ്ങളാണ്. അപ്പോൾ അത് സക്കാത്തിൻ്റെ ആൾ വരുമ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെതാണ് നോൻ കൊണ്ടുപോകുക, മറ്റോ ഓൻ്റെ ആണ് നോൻ കൊണ്ടുപോകുക, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആദ്യം തന്നെ മുതഫരിക്കായി കിടക്കണം. ഉദാഹരണത്തിന് 40 കഴിഞ്ഞ പിന്നെ 100ൻ്റെ 121 കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ 40 ഉണ്ട്, നിങ്ങളേലും 40 ഉണ്ട്. അപ്പോൾ നിങ്ങളെയുള്ള 40 നിങ്ങൾ കൊണ്ടുപോകും. അത് ആദ്യം വേറെ വേറെ ആയി കിടക്കുക കേട്ടോ. അപ്പോൾ സക്കാത്തിൻ്റെ ആള് അവിടുന്ന് തലസ്ഥാനത്ത് നിന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, രണ്ടും കൂടി ഒന്നാക്കും, 80 ആടാക്കും. 80 ആടാക്കിയാലും ഒരാട് കൊടുത്താൽ മതിയല്ലോ അല്ലേ.
എമ്പലും ഒരാളല്ലേ നിർബന്ധം വരുന്നുള്ളൂ. അപ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹുവിന്റെ കത്തിലുണ്ട്. അപ്പോ ഇതിന്ന് എന്ത് മനസ്സിലാക്കാം നമുക്ക്? ഈ എന്ത് ഈ ഹുൽത്തത്ത് കൊണ്ട് പ്രത്യേകം തഫ്സീർ അസർ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കല്ലോ അല്ലേ? അതാണ് വഫി ഹദീസ് താരിഖുദ്ദീനി എന്ത് وبعد ذلك من رواية سعد بن أبي وقاص والخليطان مجتمع في العوض والفاعل والراعي. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ ഇങ്ങനെ എന്തുണ്ട്? ഖലീതാനി എന്ന് പറഞ്ഞാൽ ഹൗദിലും ഫഹലിലും റായിലും ഒക്കെ ഒരുമിച്ച് കൂടിയതാണ് ഖലീതാനി. അപ്പോൾ അങ്ങനെ എന്ത് ഹുൽത്തത്ത് ചെയ്യാൻ പാടില്ല, സ്വതക്കയെ പേടിച്ചിട്ട്. അതുമാതിരി തന്നെ ഹുൽത്തത്തുള്ളതിനെ തഫറുക്കാക്കാനും പേടില്ല. അപ്പോൾ അങ്ങനെ ആക്കിയാൽ എന്താവും? അതുകൊണ്ട് അസർ ഉണ്ടാവും, പിന്നെ ഒന്ന് കൊടുത്താൽ മതി. നബ ബിദാലിക അലാ ഗൈരി മിന ശുറൂത്തി ലാകിൻ ദഅഫൽ ഹദീസിൽ മദ്കൂറു റായി 3 കാര്യം പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഉണർത്തി അലാ ഗൈരി മിന ശുറൂത്തി, ബാക്കിയുള്ള ഷർത്തുകളുടെ മേലിൽ. പക്ഷേ ഈ ഇപ്പോൾ പറഞ്ഞ ഹദീസില്ല, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഹദീസ്, അത് ദഈഫാണ്. അപ്പോൾ അത് മാത്രം മതി എന്നുള്ള നമുക്ക് അതിന് കിട്ടൂല. വമിനൽ ജംഇ ബൈന മുതഫരിഖിൻ യകൂന ലികുല്ലി വാഹിദിൻ 40 ഷാത്തൻ. ജംഉ ബൈന മുതഫരിഖിൽ പെട്ടാണ് എന്താ അറിയാം? രണ്ടാൾക്കും 40 ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞ ഖലീത്ത, രണ്ടാൾക്കാരെ ഒരുമിച്ച് കൂട്ടുക. ഒരുമിച്ച് കൂട്ടി ഒരാട് കൊടുത്താൽ മതിയല്ലോ. മറ്റാകുമ്പോൾ രണ്ടാൾക്കാർ ഓരോ അടിച്ച് കൊടുക്കണ്ടേ. അതിൻ്റെ ഓപ്പോസിറ്റ് അർബോന ഫൈഫരിക്കാവുമ, രണ്ടാൾക്കാർക്ക് ഒന്നുണ്ട്, രണ്ടാൾക്കും പാടി 40 ഉണ്ട്. ഓപ്പോസിറ്റ് മുജിതമേൻ്റെ ഇടയിൽ മുത്തഫരിക്കാക്കാന്ന് പറഞ്ഞത്. ആദ്യമല്ല കൂടിക്കുന്നത് സക്കാത്തിൻ്റെ ആൾ വരുമ്പോൾ രണ്ടാൾ 20 കൊണ്ടുപോകുക. അപ്പോൾ സക്കാത്ത് കൊടുക്കണ്ടല്ലോ. ഫാലത്ത് 20 ബിമിസ്ലിഹ യൂജിബു സക്കാത്ത. അപ്പോൾ ഈ 20 കൂടെ എന്ത് ചെയ്യുക? ഹൽത്ത് ചെയ്യുക എന്നുള്ളത് സക്കാത്ത് എന്ത് ചെയ്യുന്നു? നിർബന്ധമാക്കുകയും അതേമാതിരി തന്നെ 40 ബിമിസ്ലിഹ, 40 രണ്ടും കൂട്ടിയാൽ സക്കാത്ത് കുറയുകയാണ് ചെയ്യുക അല്ലേ? 2 രൂപ കൂട്ടിയ ഒരു സക്കാത്ത് ഒരു ആടിന് കൊടുക്കേണ്ടി വരും. എന്നാൽ 40 കൂട്ടിയാൽ 40 ആടുകൾ കൂട്ടിയാൽ ഒരു ആട് തന്നെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ കൂട്ടിയില്ലെങ്കിൽ ഇവിടെ 2 ആടിന് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പം ഏറ്റവും വായുധ ബിമിസ്ലിഹ യുക്കസിറുഹ. അതുമാതിരി തന്നെ 101 കൂട്ടിയാൽ എന്താകും? 101 ശരിക്കും എന്ത് കൊടുത്താൽ മതി? 101 ശരിക്ക് എന്ത് കൊടുത്താൽ മതി? ഒരാട് കൊടുത്താൽ മതി. എന്നാൽ 200 വരുമ്പോഴോ അതിൽ എന്ത് വരും? 2 ആട് കൊടുക്കേണ്ട അവസ്ഥ വരും അല്ലേ? ഇനി മുക്കാബിലുള്ള അസഹി, അസഹിൻ്റെ മുക്കാബിൽ നോക്കി ഫിറായി ഫാഹിലി യൻദുറു ഇലാ അന്നൽ ഇഫ്തിറാഖ ഫീമാ ലാ യർജിഉ ഇലാ നഫ്സിൽ മാലി. അതായത് റായിലും ഫഹലിലും അസഹാണ് നമ്മൾ കഥ. റായി വൽ ഫഹലി ഫിൽ അസഹി നമ്മളിവിടെ പറഞ്ഞതില്ലേ? അപ്പോൾ അവിടെ മുക്കാബിൽ അസ നമ്മൾ പറഞ്ഞില്ല. അതിൽ അന്നൽ ഇഫ്തിറാഖ ഫീമ, ആ 2 മുഫ്തരിക്ക് അയച്ചിട്ട് എന്താവില്ല? അത് നഫ്സുൽ മാലിക്കല്ലല്ലോ. ഒക്കെ ഡ്യൂട്ടിക്ക് വരുന്ന ആൾക്കാരുള്ള ഡീലിങ് അല്ലേ? അതേമാതിരി തന്നെ ഫഹലി പറഞ്ഞപ്പോൾ ചിലപ്പോൾ വാടകയ്ക്ക് എടുക്കണാവും ആണുങ്ങളെ കുച്ചനാടുകളൊക്കെ. അപ്പോൾ ആടിനെ പ്രത്യേകം പറയാൻ കാരണം ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന നിൽക്കട്ടെ. ബാക്കിയുള്ള ഒട്ടകക്കായാലും മനസ്സിലാക്കണം. ഒട്ടകക്കായാലും കാളക്കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള അതിൻ്റെ ആ ഐറ്റംസ് ഒക്കെ ബിഖലാഫി ഫീമ കബുലഹ. പക്ഷേ ബാക്കിയുള്ളപ്പോൾ മറയിലാണെങ്കിലും അതുപോലെ തന്നെ മസ്രഹ അങ്ങനത്തേലൊക്കെ അത് വേറെ ലെവലാണ്. അതെന്താ വെച്ചാൽ നഫ്സുൽ മാലിക്ക് വരുന്നതാണ്. അല്ല അന്നോ യുസ്തറത്ത് ഇത്യാദു മോദിൽ ഇൻസായി. അപ്പോൾ ഇത് അലാനോ എന്നുള്ളത് എഴുത്തിരാളാട്ടോ. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ മുക്കാബിൽ ഹസൈൻ്റെ ആൾക്കാർ പറഞ്ഞാൽ അതില്ലേ? അപ്പോൾ അവൾക്കുള്ള എഴുത്തിരാളല്ല. അല്ല എന്തിനേറെ പറയണം? അന്നോ യുസ്തറത്ത് നിശ്ചയമായിട്ട് കാര്യം യുസ്തറത്തു ഇസ്തിഹാദുൽ മൗദിൽ ഇൻസായി. അവർ ഫാഹില് ഒരേമാതിരി അവൽ നിർബന്ധമില്ല എന്നിട്ട് പറഞ്ഞിട്ട് എന്ത് പറയണ്ടേ? ഇൻസാ ഫാലിനെ കൊണ്ടുവന്ന് എന്താ അവിടെ സംഭവിക്കുക? പരസ്പരമുള്ള ഇണ ചേരലില്ലേ? അതിൻ്റെ ആ മൗലി ഇണചേരുന്ന ആ സ്ഥലം അത് ഒരേപോലെയാകുക, ഒരേ സ്ഥലത്താകുക എന്നുള്ളത് ഷർത്തുണ്ട്. എന്നിട്ട് ഇത് പിന്നെ അപ്പം എങ്ങനെയായാലും ഫാഹിലും കൂടി നിർബന്ധമല്ലേ എന്നുള്ള ആൾക്കാണ് അവിടെ പറഞ്ഞത്. അല എന്തിനേറെ പറയാനോ അല അവിടെ അലാവൻ്റെ അല എന്നതിന് പറയാം. എന്തിനേറെ പറയണം? അന്നോ യുസ്തറത്തു ഇത്യാദു മൗലിയിൽ ഇൻസായി.
അവിടെ ഷർത്തുണ്ട് എന്ത് ഇത്തിഹാദ് ഒരേപോലെയാവുക മൗലിഉൽ ഇൻസായി ഇൻസ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതിനെ ചേരുന്ന ആ സ്ഥലം ഒരുപോലെയാകലോ ഷർത്താണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ എങ്ങനെയായാലും ഫഹലും കൂടെ ഒരേപോലെ അങ്ങനെ രണ്ട് ടീമിന്റെയും ഫഹലും കൂടെ ഒരേ ടീം തന്നെ ആകാന്നുള്ളത് ഷർത്താണല്ലോ. ഇവൽ മുസ്തരിദുൽ നിയ്യത്തിൽ ഹുൽത്തത്തി നമ്മൾ നേരത്തെ പറഞ്ഞു ഹുൽത്തത്തിന്റെ നീയത്ത് ഷർത്താണ്, രണ്ടും ഇടകലർത്താണ്. എന്റെയും ഓന്റെ ആട് അല്ലെങ്കിൽ ആ മാടിനെ ഞാൻ ഇടകലർത്താണെന്ന് പറയല് ഷർത്താണെന്ന് പറഞ്ഞത് അൽ ഹുൽത്തത്തു തഗയ്യുറു അംറ സകാത്തി ബി തക്സീരി അവി തക്ലീലി വലാ യംബഗി അൻ തുകസ്സിറ മിൻ ഗൈരി ഖസ്ദിഹി വരില്ലാഹ്. അപ്പോൾ ഈ ഹുൽത്തത്ത് കൊണ്ട് സക്കാത്ത് ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും. അപ്പോൾ അത് കൂടാനോ കുറയാനോ പാടില്ലല്ലോ, അവൻ്റെ കസ്ദോ വരില്ലയോ കൂടാതില്ലാതെ വലാൻ തക്കില്ല ഇതാലം യഖ്സുദു. അതുപോലെ തന്നെ സക്കാത്ത് അവൻ്റെയൊക്കെ ഒന്ന് കുറയാൻ പാടില്ല, കൂടാൻ പാടില്ല. ഓൻ കൂടുമ്പോൾ അവനക്കൊരു തൃപ്തി വേണ്ടേ അല്ലേ? അപ്പോൾ ഉള്ള സക്കാത്തില്ലാത്ത സക്കാത്ത് വരുമ്പോൾ ഒരു തൃപ്തി വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ റിള വേണം, അവൻ്റെ കസ്ദ് വേണം. അതുപോലെ തന്നെ കുറയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അതിനും കസ്ദ് വേണമല്ലോ. ഇതായാലും എന്തൊക്കെയില്ല. അപ്പൊ യോജിച്ചതല്ലേ മുഹാഫത്ത് അല ഹക്കിൽ ഫുഖറ, ഇതൊക്കെ ഫുഖറാക്കൾക്കുള്ള ഹക്കല്ലേ. അപ്പൊ അതിന് ഫുഖറാന്റെ കാര്യം ആണല്ലോ, അപ്പൊ കൂടലും കുറയലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്ത് അത് കൂടാണെങ്കിലും കുറയാണെങ്കിലൊക്കെ നീയത്ത് വേണമെന്ന് പറഞ്ഞ ആൾക്കാർക്കുള്ള ദഫ് ഈ ഹുൽത്തത്തോണ്ട് അത് ഇപ്പോൾ ഓരോ ഉപകാരം ഇന്നമാത്തു അസറോ ഫി മിൻ ജിയത്തി ഹിഫത്തിൽ മോനത്തി ബിത്തിഹാദിൽ മറാഫിക്കാന മനാഫി. അപ്പോൾ ഉപകാരങ്ങളൊക്കെ ഒരേ സംഗതി. ഇപ്പോൾ ഹൗലാണെങ്കിലും വെള്ളം കുടിക്കുന്ന സ്ഥലം അങ്ങനത്തെ ഓരോ സാധനങ്ങൾ അതൊക്കെ ഒന്നുകൊണ്ട് ചിലപ്പോൾ കുറേ ചിലവ് കുറയും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടാവണുള്ളൂ. വദാലിക്ക അതിപ്പോൾ ലാ യഖ്തലിഫു ബിൽ ഖസ്ദി വാദമി, നീയത്ത് വെച്ചാലും നീയത്ത് വെച്ചില്ലെങ്കിലും അതുകൊണ്ടോ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തില്ല, അതിന് നീയത്തൊന്നും ആവശ്യമില്ല. ഇനി കൗലു അഹ്ലു സക്കാത്ത് വലവിസ്തവറക്ക അഹ്ലു സക്കാത്ത് നമ്മൾ തുടക്കത്തിലൂടെ തുടങ്ങിയത് അല്ലേ, ഇന്നത്തെ ക്ലാസ് തുടങ്ങിയത്. അവിടെ അഹ്ലു സക്കാത്ത് എന്നല്ലേ പറഞ്ഞത് ഇസ്തിറാക്കിന്റെ വിഷയത്തില്. അപ്പോൾ അഹ്ലു സക്കാത്ത് അല്ല ഇസ്തിറാക്കുള്ളൂ. ഇപ്പൊ ഞാനും ഒരു സക്കാത്ത് നിർബന്ധമില്ലാത്തൊരു മുക്കാത്തബോ ഒരു നിമ്മിയോ ആയ ആളാണെന്നുണ്ടെങ്കിൽ ഇഖ്തിറാസൻ അൻ ഗൈരിഹി, അഹ്ലു സക്കാത്ത് അല്ലാത്തവരെ തൊട്ട് എന്താണ് ഇഖ്തിറാസാണ്, ഇഖ്തിറാസുൻ അൻ ഗൈരിഹി ഫലോ കാന അഹ്ദുഹുമാ ദിമ്മിയൻ ഔ മുക്കാത്തബൻ. ഒരാൾ ദിമ്മിയാണ് അല്ലെങ്കിൽ മറ്റേ മുക്കാത്തബാണ്. മുക്കാത്തബന് ഇത് ഹുറനല്ലേ സക്കാത്ത് നിർബന്ധം വരുന്നുള്ളൂ. ഫല അസറിൽ ഇസ്തിറാക്കി വല്ല ഹുൽത്തത്ത്, അവിടെ ഇസ്തിറാക്കൊണ്ടോ അല്ലെങ്കിൽ ഹുൽത്തത്തോണ്ടോ എന്തില്ല അസറില്ല, പ്രത്യേകം എന്തുണ്ടാവും. അല്ലെ ഇങ്കാന നസീബുൽ ഹുറിൽ മുസ്ലിമി നിസാബൻ, ആ ഹുറായിട്ടുള്ള മുസ്ലിമായ ആളുടെ ഇത് ഒരു നിസാബ് എത്തിക്കണമെന്നുണ്ടെങ്കിൽ സക്കാഹു, അതിന് സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് അൽ ഇൻഫിറാദി ഒറ്റക്കുള്ള സക്കാത്ത്. വയില്ല അങ്ങനെ സക്കാത്തിന് നിസാബ് എത്തിയില്ലെങ്കിലോ ഫലാ ചെയ്യാലെയൊന്നും കൊടുക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.